ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് ജി എസ് ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ലോജിക്ക് എന്നുള്ളത് നമുക്ക് നോക്കാം. ലോജിക്ക് മീൻസ് എന്താണ് ഇവിടെ നടക്കുന്നൊരു കളി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചതാണ്. ഇതൊരു റിവിഷൻ എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ഒരു എ എന്നുള്ള കമ്പനി, ആ കമ്പനി ഞാൻ കാണിച്ചു തരാം. ഒരു എ എന്നുള്ള കമ്പനി, ആ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റ് ഒരു ബി എന്നുള്ളൊരു വ്യക്തിക്ക് സെയിൽ ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? സെയിലിംഗ് ആണ് നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? പർച്ചേസ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പനിക്ക് സെയിൽ നടത്തണമെങ്കിൽ ഈ കമ്പനിക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് കിട്ടുക വേറൊരു കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഒരു എക്സ് എന്നുള്ളൊരു കമ്പനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു അല്ലേ? അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം സെയിലാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? എ എന്നുള്ള കമ്പനിക്ക് കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്തു. അപ്പോൾ എനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്? പർച്ചേസാണ്. എനെ സംബന്ധിച്ചിടത്തോളം ഇത് പർച്ചേസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എക്സിൻ്റെ കൊടുക്കുന്ന കിട്ടിയത്, എക്സ് ചിലപ്പോൾ അവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്ത് ഉണ്ടാക്കിയായിരിക്കും. ഓക്കെ, എക്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ആ എക്സ് എന്ത് ചെയ്തു? കുറച്ച് സാധനങ്ങളൊക്കെ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എ എന്നുള്ള കമ്പനിക്ക് സെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നിട്ട് എ എന്ത് ചെയ്തു? ആ പ്രോഡക്റ്റ് ബി എന്നുള്ള മറ്റൊരു കമ്പനിയിലേക്ക് സെയിൽ ചെയ്തു. ഇതാണ് ഒരു കോൺസെപ്റ്റ് മീൻസ് ഇതാണ് ഒരു സിനാരിയോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ ജി എസ് ടിയുടെ ആപ്ലിക്കബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് സെയിൽ ചെയ്തുകൊണ്ട് എക്സ് എന്താണ് ഫയൽ ചെയ്യുക? GSTR1 ഫയൽ ചെയ്യും. കാരണം സെയിൽ ചെയ്യുമ്പോൾ ഫയൽ ചെയ്യേണ്ട റിട്ടേൺ ആണ് GSTR1. അപ്പോൾ GSTR1 എന്നാണ് ഫയൽ ചെയ്യുക? നെക്സ്റ്റ് മന്ത്. ഇപ്പോൾ ജനുവരി മാസത്തെ സെയിൽ നടന്നാൽ ഫെബ്രുവരി മാസം 11-നുള്ളിലായിട്ട് GSTR1 ഫയൽ ചെയ്യണം. ഓക്കെ, ജനുവരി മാസത്തെ സെയിൽ ഫെബ്രുവരി മാസം 11-ൻ്റെ ഉള്ളിൽ, മാക്സിമം പോയ 11-ാം തീയതി, ഫെബ്രുവരി 11-നുള്ളിൽ എന്ത് ചെയ്യണം? റിട്ടേൺ ഫയൽ ചെയ്യണം. അത് ജനുവരി മാസം കമ്പനിയിലല്ല സെയിൽ നടന്നു. ഓക്കെ, അത് ജനുവരി മാസം 31-ാം തീയതി തന്നെ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നല്ല രീതിയിലുള്ള സെയിലിംഗ് നടന്ന് നമ്മളോട് GST ഡിപ്പാർട്ട്മെൻറ്റ് പറയാണ് 31-ാം തീയതി ഈ മാസത്തിൻ്റെ അവസാനം തന്നെ നിങ്ങളെ കമ്പനിയിൽ നിന്ന് എന്തൊക്കെയാണ് പ്രൊഡക്റ്റാണ് വിറ്റത് അതൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി പാടാണ്. അതൊരു കമ്പനിക്കും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അന്ന് 31-ാം തീയതി അന്ന് അക്കൗണ്ടന്റുമാരൊക്കെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുക, സെയിലായ പ്രൊഡക്റ്റൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് GST ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് ഒരു ഫെബ്രുവരി അടുത്ത മാസം 11-ാം തീയതി വരെ സമയം തരാം. അപ്പോൾ അതിനുള്ളിലാക്കുമ്പോൾ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അപ്പോൾ 11 ദിവസത്തെ ഒരു ഗ്യാപ്പ് കിട്ടിയില്ലേ? അപ്പോൾ 11-ാം തീയതിനുള്ളിൽ ഇവരെന്ത് ചെയ്യും? എക്സ് എന്നുള്ള കമ്പനി കുറച്ച് മാനുഫാക്ചറിങ് ഫേമാണ്. ഇവർ കുറേ സാധനങ്ങളൊക്കെ പ്രോഡക്റ്റൊക്കെ അവിടുന്ന് ഇവിടുന്നും കുറേ സാധനങ്ങളൊക്കെ എന്താ പറയുക, ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കളുണ്ടല്ലോ, അതായത് മെറ്റീരിയൽസ് കുറേ കളക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരത് എ എന്നുള്ള കമ്പനിയിലേക്ക് സെയിൽ ചെയ്തു. എ എന്നുള്ള കമ്പനി റീറ്റെയിൽ അല്ല കേട്ടോ, ഇത് ഹോൾസെയിലാണ്. ജസ്റ്റ് ഇത് ഹോൾസെയിൽ കമ്പനിയാണ്. ഇതാണെങ്കിൽ ഇത് റീറ്റെയിൽ കമ്പനിയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഹോൾസെയിൽ കമ്പനിയാണ് എ എന്നുള്ളത്. അങ്ങനെ എ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ എ പർച്ചേസ് ചെയ്തു. അപ്പോൾ എക്കും എന്തുണ്ടാവും? ആ മാസം ജനുവരി മാസം എയും എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറച്ച് സാധനങ്ങൾ സെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എയും എന്ത് ചെയ്യും? ഫെബ്രുവരി 11-നുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ ബി എന്നുള്ള റീറ്റെയിലേഴ്സ് ഇത് പർച്ചേസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇവരിത് സെയിൽ ചെയ്തിട്ടില്ല. ഇവർ റീറ്റെയിലേഴ്സാണ്. ഇവരെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സ് വന്ന് വാങ്ങണ്ടേ? വാങ്ങണ്ടോ ഇവരെ കയ്യിൽ നിന്ന്? പക്ഷേ കസ്റ്റമേഴ്സ് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് സെയിലില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ എന്താണ് ചെയ്യുക? GSTR1 ഇവർ ഫയൽ ചെയ്തു ഫെബ്രുവരി 11-നുള്ളിൽ. അപ്പോൾ അതെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഈ എ എന്നുള്ള ഹോൾസെയിലർ കമ്പനിയുടെ GSTR2Bയിൽ റിഫ്ലക്റ്റ് ആവും. ഇത് GSTR2Bയിൽ വന്ന് റിഫ്ലക്റ്റ് ആവും. GSTR1 ഇവർ ഇവിടുന്ന് ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യും? എ എന്നുള്ള കമ്പനിയുടെ GSTR2Bയിൽ വരും. ഇതെന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാലേ, ഇവരെന്ത് ചെയ്യില്ല ഒരിക്കലും ഇവരെ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഇന്നതാണ് ഞാൻ ഓരോ കമ്പനിയിലും പോയി പർച്ചേസ് ചെയ്തു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കില്ല. ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ് നിങ്ങൾ എവിടുന്നൊക്കെ എ എന്നുള്ള കമ്പനിയോട് പറയുകയാണ് നിങ്ങൾ എവിടുന്നൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ട, നിങ്ങൾ സെയിൽ ചെയ്തു എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. എ എന്നുള്ള കമ്പനിയോട് നിങ്ങൾ എവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്തെന്നുള്ളത് എന്നെ അറിയിക്കണ്ട. ഡിപ്പാർട്ട്മെൻറ്റ് പറയുകയാണ്, GST ഡിപ്പാർട്ട്മെൻറ്റ്
നിങ്ങൾ സെയിൽ ചെയ്ത ഡീറ്റെയിൽസ് മാത്രം എന്നെ അറിയിച്ചാൽ മതി. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എക്സ് സെയിൽ ചെയ്തപ്പോൾ ഏതൊക്കെ സാധനം സെയിൽ ചെയ്തിട്ടുണ്ട്, എന്നുള്ള കമ്പനിക്ക് ഏതൊക്കെ സാധനം സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് GST ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി എന്നുള്ള കമ്പനിക്ക് ആരൊക്കെ സെയിൽ നടത്തിയോ അതിലൊക്കെ ഡീറ്റെയിൽസ് ഡാറ്റ ആരുടെ കയ്യിലുണ്ട്? GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വീണ്ടും എന്നുള്ള കമ്പനി ഞാൻ ഇവരെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവർ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവർക്ക് സെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലെത്തും എന്നുള്ള കമ്പനി എക്സിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡാറ്റ GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്യില്ല, റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കില്ല. നമുക്ക് സെയിൽ ഉണ്ടാവും മാത്രം കാണിച്ചാൽ മതി. കാരണം നമ്മൾ സെയിൽ ചെയ്തൊരു സാധനം മറ്റൊരാളുടെ പർച്ചേസ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും, ഡാറ്റ അത് അവിടെ കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് സെയിൽ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഒരാൾ എക്സ് സെയിൽ ചെയ്യുമ്പോൾ ഈ സാധനമൊക്കെ ഈ എന്നുള്ള കമ്പനിയുടെ 2Bയിൽ റിഫ്ലക്റ്റ് ആവും. GSTR 2B എന്നുള്ളൊരു സാധനമുണ്ട്, അതിൽ റിഫ്ലക്റ്റ് ആവും. ഇത് സൈറ്റിലുള്ള ഓരോ കോളങ്ങളാണിത്. GSTR 1 ഒരു കോളം, GSTR 2B ഒരു കോളം, അങ്ങനെ. ഓക്കെ. അപ്പോൾ ഇനി ഇവർ സെയിൽ ചെയ്യുമ്പോൾ ഇവർ B എന്നുള്ള കമ്പനിക്ക് സെയിൽ ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും, GSTR 1 ഇവരും ഫയൽ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇവർ GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആവും, GSTR 2Bയിൽ റിഫ്ലക്റ്റ് ആവും. അപ്പോൾ ഇവർക്ക് സെയിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവർ റിട്ടേൺ ഫയൽ ചെയ്യണോ? വേണ്ട, റിട്ടേൺ ഫയൽ ചെയ്യണ്ട. അതിന് നിൽ റിട്ടേൺ എന്നുള്ളൊരു ഫയൽ ചെയ്തത്. കാരണം ഒരു സെയിലും ഇല്ലെങ്കിൽ നമ്മൾ നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുക. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി ആണ് ITC എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. ITC അതായത് ഇവർ കുറച്ച് സാധനങ്ങൾ ഇവർക്ക് സെയിൽ ചെയ്തല്ലോ. ഇതിപ്പോൾ മൊത്തത്തിൽ പറഞ്ഞത് GSTR 1